എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കും? ഓൾറെഡി മറ്റൊരു പുരുഷനുമായി 2024 ഓഗസ്റ്റിൽ കല്യാണം കഴിച്ച ആ ബന്ധം മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിച്ച ആ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് കല്യാണം കഴിക്കാനും ഭാവിയിലേക്ക് പോകാനും? നാട്ടുകാർക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ഗോപികൃഷ്ണൻജിക്ക് അടക്കം അറിയാമല്ലോ. ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് അല്ലേ? അത് മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് പിന്നീട് അറിയുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷമോ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റും? ഇത്തരം വസ്തുതകൾ എത്ര സൗകര്യപൂർവ്വം നമ്മൾ മറച്ചു വെക്കുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പയ്യന് മാന്യതയും മര്യാദയും ഉള്ളതുകൊണ്ടാണ് അവൻ ഇത് പറയാറ്. ഇത് ഇത്രയും വലിയ കുരിശാണെന്ന് ഞാൻ ഓർത്തു. ഒരു വർഷത്തിനുള്ളിൽ 2024 തൊട്ട് 2025 വരെയുള്ള ഒരു വർഷത്തിനുള്ളിൽ 2 ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ അത് പറയുന്നില്ല, ഇനി ആ പെൺകുട്ടിയെ ഞാൻ ദോഷം പറഞ്ഞു എന്ന് വേണ്ട, പക്ഷേ ആ പെൺകുട്ടി കല്യാണം കഴിച്ച പെൺകുട്ടിയാണെന്ന് ശ്രീ ഗോപികൃഷ്ണൻ അറിയാം. പിന്നെങ്ങനെ പറയണം? അപ്പോ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെല്ലാം മറച്ചുവെച്ച് രാഹുലിനെ രാഷ്ട്രീയപരമായി വേട്ടയാടാൻ ഈ ഇലക്ഷൻ സമയത്ത് ശ്രമിക്കുന്നതിന് എന്തെങ്കിലും ന്യായം? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥയിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ശ്രീ ഗോപികൃഷ്ണനോ ഞാനോ ജേക്സി തോമസോ ശ്രീ അനൂപോ ശ്രീ ശ്രീജിത്ത് പണിക്കരോ ആ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു സാർ? ആ ബന്ധം കണ്ടിന്യൂ ചെയ്ത് കല്യാണം കഴിക്കണമായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിനാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, രാഹുൽ എന്ന പയ്യൻ ഈ അമിത മാന്യതയും മര്യാദയും നെഹ്റുവിയൻ പുരോഗമനവാദം വെച്ചോണ്ട് ഇതൊന്നും പറയാത്തതാണ്. ഞാനത് പച്ചയ്ക്ക് പറയുന്നതിന്റെ കാര്യം ഇതാണ് സത്യം എന്നുള്ളത് കൊണ്ടാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് വഴി അദ്ദേഹത്തിനെ ആദ്യം ഈ സ്ത്രീ ബന്ധപ്പെടുന്നു. അവരുടെ ഭർത്താവ് ആരാണ് എന്നതിനെക്കുറിച്ചും അവരുടെ തൊഴിലിടം എന്താണ് എന്നതിനെക്കുറിച്ചും അവർ അറിയുന്നു. ഭർത്താവ് തന്നെ വീട്ടിൽ ഗാർഹിക പീഡനത്തിന് വിധേയയാക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന് അവരോട് എമ്പതി തോന്നുന്നു. ഇത് കേട്ടതിന് ശേഷം അതിനുശേഷം ഈ ബന്ധം വളരുന്നു. ലേറ്റർ ദ റിലേഷൻഷിപ്പ് ഗ്രൂ which ended in a consensual sexual relationship എന്നാണ് പറയുന്നത്. അപ്പൊ രാഹുൽ പറഞ്ഞത് ബന്ധപ്പെട്ടു, സൗഹൃദം സ്ഥാപിച്ചു. സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. സൗഹൃദം സ്ഥാപിക്കുന്ന സമയത്ത് അല്ല, സൗഹൃദവും ശാരീരികമാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഈ പെൺകുട്ടി കല്യാണം കഴിച്ചാണ് ആ പെൺകുട്ടിക്ക് അറിയാറുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ അങ്ങോട്ട് കണക്ട് ചെയ്തതാണോ? രാഹുൽ മാങ്കൂട്ടത്തിലാണോ ബന്ധം അങ്ങോട്ട് സ്ഥാപിച്ചത്? The victim contacted the petitioner through Facebook and made a friendship with petitioner. ആ ഘട്ടത്തിൽ കല്യാണം കഴിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു. അതിനുശേഷം ആ ബന്ധം എങ്ങനെ വളർന്നുവെന്നും അത് അവസാനം എങ്ങനെ ശാരീരിക ബന്ധത്തിലേക്ക് വന്നു എന്ന് പറയുന്നിടത്ത് ഹസ്ബൻഡ് ഉണ്ട് എന്നും ഹസ്ബൻഡ് പീഡിപ്പിക്കുന്നു എന്നും പറഞ്ഞതുകൊണ്ടുണ്ടായ എമ്പതിയുടെ അടിസ്ഥാനത്തിൽ ആ ബന്ധം വളർന്ന് ശാരീരിക ബന്ധത്തിൽ അതേ ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുമ്പോൾ ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നോ ഈ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ബന്ധമെന്ന് ധ്വനിപ്പിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ധാർമ്മികമായ എന്തോ തെറ്റുണ്ടെന്ന് ധ്വനിപ്പിക്കുകയും ചെയ്യുമ്പോ ഈ പെൺകുട്ടിക്ക് അറിയില്ലേ അവൾ വേറൊരാളുടെ ഭാര്യയാണ്? ഈ പെൺകുട്ടിക്ക് ആ കാര്യത്തിൽ തെറ്റില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിൽ തെറ്റുകാരനാണെങ്കിൽ ഈ പെൺകുട്ടിയും തെറ്റുകാരിയല്ലേ? രാഘവൻ പറഞ്ഞത് വാസ്തവം. മാർച്ചിൽ പ്ലാൻ ചെയ്ത് നമുക്ക് ബന്ധത്തിൽ ഏർപ്പെടാം, പിൽസ് വേണ്ട എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ മാർച്ചിൽ റേപ്പ് ചെയ്തു. ഇതെന്താ വെള്ളടിക്കാൻ പറ്റണോ? മാർച്ചിൽ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാന്ന്. കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് റേപ്പിലൂടെയാണോ? കുട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പീഡിപ്പിച്ചതാണോ? പറയുന്ന കള്ളങ്ങൾക്കൊരു പരിധി വേണ്ടേ? രാഹുലിനെ കൊടുക്കാൻ പച്ച കള്ളങ്ങൾ പറയുന്നതിന് നമ്മൾ മാധ്യമങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കരുത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.